തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പറമ്പിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തി. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് അസ്ഥികൂടം. തലയോട്ടിയും കൈപ്പത്തിയും അരക്കെട്ടിന്റെ ഭാഗവുമാണ് കണ്ടെത്തിയത്. ശ്യാമിലി ശശിധരൻ ചേരുന്നുണ്ട്. ശ്യാമിലി, എന്തൊക്കെ സംശയങ്ങൾ വരുന്നുണ്ട്? പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചുവോ? എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജീഷ, തൃപ്പൂണിത്തുറയിലെ ശ്രീനിവാസ കോവിലിന് സമീപമുള്ള കണ്ണങ്കര ഭാഗത്ത് ഉള്ള പുരയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തൃക്കാക്കര ACP എത്തി നിലവിൽ പരിശോധന നടത്തുകയാണ്. പോലീസ് സംഘങ്ങളും എത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന ഉടൻ ആരംഭിക്കും. ഇതൊരു 14 സെന്റ് പുരയിടമാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇന്ന് രാവിലെയാണ് ഇവിടെ ഇങ്ങനെ തലയൂട്ടി കണ്ടെത്തി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം തലയോട്ടി, കൈപ്പത്തിയുടെ ഭാഗം, അരക്കെട്ടിൻ്റെ ഭാഗം, തുടയെല്ല്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് കൂട്ടിൽ കവർ ചെയ്ത നിലയിലായിരുന്നു ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ പോലീസ് അനുമാനിക്കുന്നത്. അതായത് കൊണ്ടിട്ടതാവാം എന്നാണ് അനുമാനിക്കുന്നത്. ഇതിൻ്റെ വാർപ്പടക്കമുള്ള ജോലികളിലേക്ക് കടക്കുമ്പോഴാണ് തൊഴിലാളികൾ ഇങ്ങനെ ഒരു കാര്യം ഇന്ന് രാവിലെ കണ്ടെത്തുന്നത്. ഉടമസ്ഥൻ ബാലകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഭാഗം, തലയോട്ടി, തുടയലിൻ്റെ ഭാഗം, ഇതാണ് നിലവിൽ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. പോലീസ് പ്രാഥമിക പരിശോധന നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഉടനെത്തി കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. പോലീസുകാരോട് ചോദിക്കാം. സാർ, എപ്പോഴാണ് ഇതിൻ്റെ വിവരം കിട്ടിയത്? ഏകദേശം ഒരു 9:30 ആ ടൈമോടുകൂടി ആയിരുന്നു. 10 മണിയോട് ഏകദേശം. എന്തായിരുന്നു ആദ്യം വിളിച്ച് പറഞ്ഞത്? ഇത് നമുക്ക് ഇങ്ങനെ ഒരു കവറിനകത്ത് ഇങ്ങനെ സ്കെൽട്ടൻ കിട്ടിയെന്നുള്ള രീതിയിൽ ഇതായിട്ടാണ് അറിയുന്നത്. ഫോറൻസിക് സംഘം ഇപ്പോഴെത്തും അറിയിച്ചിട്ടുണ്ടെന്ന്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അറിയാൻ സാധിച്ചിട്ടില്ല. ഇത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമ. 14 സെന്റ് സ്ഥലമാണ്. അത് അദ്ദേഹം മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയിരുന്നു. 2023 വിൽപ്പന നടത്തിയത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹവും വീട് പണിയുന്നുണ്ട്. മറുഭാഗത്തുള്ള ഈ വീട് പണി നടക്കുന്നിടത്തു നിന്നാണ് നിലവിൽ ഈ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എപ്പോഴാണ് ഈ സ്ഥലം വിറ്റത്? 2023 ജനുവരി 25-ാം തീയതി. ഇത് കാട് പിടിച്ചു കിടന്ന സ്ഥലമായിരുന്നോ? അങ്ങനെ കാടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വിൽപ്പന സമയത്ത് ഇത് JCB ഉപയോഗിച്ച് വൃത്തിയാക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു? വിൽപ്പന സമയത്ത് JCB ഉപയോഗിച്ച് വൃത്തിയാക്കി 2ആയിട്ട് അളന്ന് പ്രത്യേകം അളന്ന് വേറെ എൻ്റെ പ്ലോട്ട് വേറെയും ഇദ്ദേഹത്തിനുള്ള പ്ലോട്ട് വേറെ ആക്കി കൊടുത്തതാണ്. ആ സമയത്തൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു? ആ സമയത്തൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ചേട്ടൻ ഇവിടെ ഉല്ലാസ് നഗറിലാണ് താമസിക്കുന്നത് പറഞ്ഞു? ഞാൻ ഉല്ലാസ് നഗറിലാണ് താമസിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്? തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്ത്. എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു? എവിടെ? ഈ ഉല്ലാസ് നഗറിൽ. ഉല്ലാസ് നഗറിൽ 23 വർഷത്തോളമായി. ഈ കുടുംബത്തിൽ ആരെങ്കിലും മുൻപ് മരിക്കുകയോ ഇവിടെ സംസ്കാരം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 1960-ന് ശേഷം ഇവിടെ അങ്ങനെ ഒരു സംസ്കാരമോ ഒന്നും നടന്നിട്ടില്ല. എല്ലാം അതിനു മുമ്പ് വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഇത് പരിശോധിക്കണം. എൻ്റെ മുത്തച്ഛൻ്റെ സ്ഥലമായിരുന്നു ഇത്. മുത്തച്ഛൻ്റെ നിന്ന് അച്ഛന് കിട്ടി. അച്ഛൻ്റെ നിന്ന് ഞങ്ങൾ 4 ബ്രദേഴ്സാണ്. അവർ ഞങ്ങളിങ്ങനെ വീതം വെച്ചെടുത്തതാണ്. ഇത് 1 കിലോമീറ്ററിനപ്പുറത്ത് ശ്മശാനമുണ്ടെന്ന് പറയുന്നു. അവിടെ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിടാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അത്തരം എന്തെങ്കിലും പറ്റില്ല. പോലീസിന് നിങ്ങൾ മൊഴി കൊടുക്കുകയുണ്ടായല്ലോ. എന്തെങ്കിലും സംശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നോ? ഞാൻ മൊഴിയൊന്നും കൊടുത്തിട്ടില്ല. പോലീസിന് മൊഴിയൊന്നും കൊടുത്തിട്ടില്ല. എൻ്റെ അഡ്രസ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശരി, ശ്യാമിലി ശശിധരനാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.